വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിയേറ്റീവ് ഹട്ട്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ഇഫ്താർ സ്നാക്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്തവണത്തെ ഇഫ്താർ അടിപൊളിയാക്കാം നമുക്ക്. ഇത് ചെയ്യാൻ വളരെ ഈസിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന രണ്ട് നന്നായിട്ട് പഴുത്ത പഴമാണ്. തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയിട്ടുള്ള പഴമാണ് എടുക്കുന്നത്. അങ്ങനെയുള്ള പഴം അപ്പോൾ കുറച്ചുകൂടെ മധുരം കൂടി നിൽക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നന്നായിട്ട് പഴുത്ത പഴമുള്ളപ്പോൾ നിങ്ങൾ ആ പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ പഴത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല, തൊലി കറുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിനെ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക പഞ്ചസാരയോട് കൂടി ചേർത്ത് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 3 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഫുൾ ബ്രെഡ് അതേപോലെ എടുത്തിട്ട് ഞാൻ കൈ കൊണ്ടാണ് പൊടിച്ചെടുത്തത്. മിക്സിയിലൊന്നും ഇട്ടിട്ട് പൊടിച്ചെടുത്തിട്ടില്ല. ഇത്രയും ഒരു തരിയായിട്ട് കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. മൈദാമാവ് എടുത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് നമുക്കിതേപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നല്ല ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഒരു പാനിലേക്ക് ഇതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പാനൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ നെയ്യൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, നമ്മളുടെ കയ്യിലുള്ള കാഷ്യൂ നട്ട്സ് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് ബ്രൗൺ കളർ ആവട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിങ്ങ ഉണ്ടല്ലോ, കിസ്മിസ് എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പാകമായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഏത്തക്ക ചേർത്ത് കൊടുക്കാം. ഏത്തപ്പഴം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഒരു ഏകദേശം 3 ടേബിൾ സ്പൂൺ, 1 കപ്പോളം 1.5 കപ്പോളം തേങ്ങ, നിങ്ങൾക്ക് തേങ്ങ കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. നിങ്ങളെടുത്ത പഴം നല്ല മധുരം ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കുറച്ച് കൊടുക്കാം. അല്ല നിങ്ങൾക്ക് കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാക്കി വേണം തീ വയ്ക്കാനായിട്ട്. അതിനുശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, അപ്പോൾ പഞ്ചസാരയോട് കൂടി ചേർത്ത് പൊടിച്ചതായതുകൊണ്ട് ഇതിൻ്റെ അളവ് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന അളവിൽ ഏലക്കാപ്പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് ഏലക്ക ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കേണ്ടതില്ല, ഓപ്ഷണലാണ് കേട്ടോ. അടുത്തായിട്ട് ഞാൻ ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം ബ്രെഡ് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് തണുക്കാൻ വെക്കണം. ഇനി തണുത്തതിന് ശേഷം എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇതേപോലെ ബോൾസ് ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ബോളായിട്ടും എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഈ ഉന്നക്കായൊക്കെ ചെയ്യുന്ന പോലെ റോളായിട്ടും ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ബോൾസിനെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിനെ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന അത് റോളും അതേപോലെ തന്നെ എടുത്തു വയ്ക്കുക. റോളായിട്ട് തന്നെ വയ്ക്കുകയാണ്. റൗണ്ടായിട്ട് എടുത്തതെല്ലാം ഞാനൊന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് റെഡിയാക്കി എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇതെനിക്ക് ഇത്രയുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലുള്ള ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാൻ പോവാണ്. പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതെണ്ണയാണോ സാധാരണ ഉപയോഗിക്കുന്നത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്നതിനെ എടുത്ത് ഇതേപോലെ മൈദയുടെ മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. റോൾസും ഞാൻ ഇതേപോലെ എടുത്തു വെച്ചിരിക്കുന്ന റോളിനെയും മൈദാമാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതിനുശേഷം ബ്രെഡിൻ്റെ ആ ഒരു പൊടിയിലും ഒന്ന് റോൾ ചെയ്തെടുത്ത് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കേണ്ടത്. അത് നമ്മൾ കൂടുതൽ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വേവിക്കുക. ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം.
അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് കണ്ടില്ലേ, ഒരു സൈഡ് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മറ്റേ വശം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിനെ സെർവിങ് ഡിഷിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ്. അടിപൊളി സ്നാക്സ് ആണ്, വളരെ ടേസ്റ്റിയാണ്, ഒരു സ്വീറ്റ് കട്ട്ലറ്റ് ആണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും വരെ ബൈ.